Hello. അപ്പോൾ നമുക്ക് റിമാർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. Thus, every field contains either a subfield isomorphic to ZP for some prime P or a subfield isomorphic to capital Q. That is, അപ്പോൾ തൊട്ട് മുൻപത്തെ റിസൾട്ടിൽ നമ്മൾ എന്താണ് കണ്ടത്? A field F is either of prime characteristic P and contains a subfield isomorphic to ZP, or of characteristic 0 and contains a subfield isomorphic to Q. അതാണ് നമ്മൾ തൊട്ട് മുൻപ് തിയറം 27.19 കണ്ട്. ഒരു ഫീൽഡിന് ഉണ്ടാവാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആകെ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു പ്രൈം ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും, അതല്ലെങ്കിൽ സീറോ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. പ്രൈം ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ അതിലൊരു സബ് ഫീൽഡ് ഉണ്ടായിരിക്കും which is isomorphic to ZP, where P is that prime number, characteristic prime number, and 0 നോട് characteristic 0 ആണെങ്കിൽ അതിന് ഒരു സബ് ഫീൽഡ് ഉണ്ടായിരിക്കും that is isomorphic to Q, റാഷണൽ നമ്പേഴ്സിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള സബ് ഫീൽഡ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം? എല്ലാ ഫീൽഡിലും സബ് ഫീൽഡ് ഉണ്ടായിരിക്കും which is either isomorphic to ZP for a prime number P or isomorphic to Q എന്നുള്ളത് പറയാം. So these fields ZP and Q are fundamental building blocks on which all fields rest. The field ZP and capital Q are known as prime field. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുന്നത്? ഈ ZPയും Qയും എല്ലാ ഫീൽഡിലത്തെയും ഏതെങ്കിലും ഒരു സബ് ഫീൽഡ് ZPനോടോ Qനോടോ ഐസോമോർഫിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഏതൊരു ഫീൽഡ് തന്നാലും അതിന്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ഒരു ZP ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു സബ് ഫീൽഡ് ഉണ്ടാവും, അതല്ലെങ്കിൽ ക്യൂओ അല്ലെങ്കിൽ അതിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള സബ് ഫീൽഡോ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് ആയിട്ട് ഐദർ ZP അല്ലെങ്കിൽ Q എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ഫീൽഡിന്റെയും ബേസ് ഇവർ രണ്ടുപേരുമാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഇവരെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ഈ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം ഫീൽഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ZP and Q are known as the prime field here, prime fields. ഓക്കെ, ശരി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി പ്രൈം ഐഡിയലിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ മാക്സിമൽ ഐഡിയൽ ഓൾറെഡി നോക്കിയത് കഴിഞ്ഞതാണല്ലോ. എന്താണ്? an ideal which contains no proper ideal of that ring is known as the maximal ideal. R എന്ന് പറയുന്ന റിങ്ങില് ഉള്ള ഒരു ഐഡിയൽ മാക്സിമൽ ആവണമെങ്കിൽ ആ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു പ്രോപ്പർ ഐഡിയലും ആ റിങ്ങിൽ ഉണ്ടാവരുത്. അപ്പൊ M എന്ന് പറയുന്ന ഐഡിയലിന്റെയും R എന്ന് പറയുന്ന റിങ്ങിന്റെ ഇടയിൽ വേറെ പ്രോപ്പർ ഐഡിയൽസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനെ എന്താന്ന് പറയാം? മാക്സിമൽ ഐഡിയൽ ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ മാക്സിമൽ ഐഡിയൽ +1 നമുക്ക് എന്തിനെ തരുന്ന നമ്മൾ പറയാറ്? ശരിക്കും റിങ്ങിനെ തരുന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി ഒരു പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടത്? പ്രൈം ഐഡിയൽ നിങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടതല്ലേ. ഇപ്പോ ഒരു എന്ന് പറയുന്ന ഒരു ഐഡിയലിനെ അല്ലെങ്കിൽ N മതി, കാരണം M മാക്സിമൽ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യാറ്. പ്രൈം ഐഡിയലിന് P വെച്ച് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ N വെച്ചാൽ നമ്മൾ ഇവിടെ N വെച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ഡിനോട്ട് ചെയ്യണം. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാം. N എന്ന് പറയുന്ന ഒരു ഐഡിയല് നമുക്ക് പ്രൈം ആണെന്ന് പറയണമെങ്കിൽ അതിലെന്താണ്? അതിലത്തെ ഒരു എലമെന്റ് AB നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ആണ് AB എടുത്തു കഴിഞ്ഞാൽ AB belongs to N ആണെങ്കിൽ either A belongs to N or B belongs to N. അപ്പൊ ഒരു പ്രൊഡക്റ്റ് Nൽ ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ നിർബന്ധമായിട്ടും Nൽ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് Nൽ ഇല്ലാത്ത രണ്ട് എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ഒരിക്കലും Nൽ ഉണ്ടാവില്ല. ഒരു പ്രൊഡക്റ്റ് Nൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഫാക്ടർ നിർബന്ധമായിട്ടും Nൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഐഡിയലിന് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? പ്രൈം ഐഡിയൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രൈം ഐഡിയലും മാക്സിമൽ ഐഡിയലും നോക്കി. ഇനി പ്രിൻസിപ്പൽ ഐഡിയൽ എന്താന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇഫ് R is a commutative ring, ഇവിടെ എല്ലാം കമ്മ്യൂട്ടേറ്റീവ് റിംഗ്സിന്റെ കാര്യം നമ്മൾ പറയുന്നത് വിത്ത് യൂണിറ്റി. അപ്പൊ എന്താ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി പറയുമ്പോൾ യൂണിറ്റ് എലമെന്റ് യൂണിറ്റിയും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് എലമെന്റ് അല്ല, യൂണിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് A belongs to R, then the ideal set of all RA where R belongs to the ring capital R of all multiples of A is the principal ideal generated by A and is denoted by ideal generated by E. അപ്പോൾ principal ideal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല,
റിങ്ങിലത്തെ ഒരു എലമെന്റിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയലിനെയാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ ദാറ്റ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ജനറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ജനറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ, അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് എ പ്രിൻസിപ്പൽ ഐഡിയൽ. ഓക്കെ, അപ്പൊ ആ ജനറേറ്ററിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. പ്രിൻസിപ്പൽ ഐഡിയൽ ദാറ്റ് n is equal to എന്നല്ല, ഏത് ഐഡിയലിന് ഒരു പേര്, ഇപ്പൊ എമ്മും എന്നും കഴിഞ്ഞു, ആ ആറും വേണ്ട. S is equal to ideal generated by, അത് കാണിക്കാൻ പറ്റുന്നില്ല, നമ്മളിവിടെ ബ്രാക്കറ്റ്സിൽ എഴുതിയിട്ടുണ്ടല്ലോ, എന്താ ട്രയാങ്കിൾ ബ്രാക്കറ്റ്സിൽ A എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഐഡിയൽ ജനറേറ്റഡ് ബൈ A എന്ന് വിളിക്കാം. An ideal n of R is a principal ideal if n is equal to ideal generated by A for some A belongs to R. അപ്പൊ അതിന് ഒരു ഐഡിയലിന് ജനറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദാറ്റ് റിംഗ് എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ഓഫ് ദാറ്റ് ഗിവൺ റിംഗ്. ഓക്കെ, ഈ നെക്സ്റ്റ് the ideal generated by x in capital F of x consists of all polynomials in capital F of x having 0 constant terms. കാരണം എന്താ, എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോളിനോമിയൽസും അതിൽ എക്സിസ്റ്റ് ചെയ്യും, ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സിൽ വരുന്നുണ്ടാവും, ഹാവിങ് 0 കോൺസ്റ്റന്റ് ടേംസ്. കാരണം എന്താ, എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിനിമം വേണ്ട എക്സിന്റെ പവർ x⁻1 ആണ്. അപ്പൊ എക്സുകളോ അതിന്റെ മൾട്ടിപ്പിൾസോ അവരുടെ ലീനിയർ സമ്മോ ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാം. ഐഡിയൽ ആയതുകൊണ്ട് എക്സും എക്സ് സ്ക്വയറും ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടെന്ന് പറയാം, എ എക്സും ബി എക്സും ഉണ്ടെങ്കിൽ എ എക്സ് പ്ലസ് ബി എക്സ് ഉണ്ടെന്ന് പറയാം ഐഡിയലിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിത്ത് കോൺസ്റ്റന്റ് ടേംസ് ഫ്രം ദ ഫീൽഡ് എഫ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എഫ് ഓഫ് എക്സ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കൊണ്ട് ഉണ്ടാവുന്ന എലമെന്റ്സോ അല്ലെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷനിലത്തെ എലമെന്റ്സോ ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതില് ഈ ഐഡിയലിൽ എന്തുണ്ടായിരിക്കും, എല്ലാ പോളിനോമിയൽസും ഉണ്ടായിരിക്കും ഹാവിങ് 0 കോൺസ്റ്റന്റ് ടേംസ്. കാരണം എന്താണ്, പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം അവിടെ സി ഉണ്ടെങ്കിൽ സി ഇൻറ്റു x⁻0 ആണ്. അപ്പൊ അവിടെ എക്സിന്റെ ടേം ഇല്ല. ഇവിടെ നമ്മൾ എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിനിമം x⁻1 ആയിരിക്കണം അവിടെ ഉള്ളത്, എക്സിന്റെ പവർ 1 ആയിരിക്കും. അപ്പൊ കോൺസ്റ്റന്റ് ടേംസ് ഇല്ലാത്ത എല്ലാ പോളിനോമിയൽസും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം 0 ആയിട്ട് വരുന്ന, ഇല്ലാത്തതെന്ന് പറയണ്ട, ഇല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 0 ആണെന്ന് തന്നെയാ. അപ്പൊ കോൺസ്റ്റന്റ് ടേംസ് 0 ആയിട്ട് വരുന്ന എല്ലാ പോളിനോമിയൽസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഐഡിയൽ ആണ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് x² + 2x എന്ന് പറയുന്നത് ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സിൽ വരുന്നതാ. കാരണം x² എക്സ് ഉണ്ട്, 2x എക്സ് ഉണ്ട്, പ്ലസ് 0 ആണ്. ഇനി x² + 2x + 5 ഉണ്ടെങ്കിൽ അത് ഈ സെറ്റിൽ വരില്ല. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 2 ടേംസിലും എക്സ് ഉണ്ട്, മൂന്നാമത്തെ ടേം ആയ 5ല് 5 × x⁻0 ആണ്, അതിൽ എക്സ് വരുന്നില്ല. therefore it is not generated by x. ഓക്കെ, അതുകൊണ്ടാണ് ആ പോളിനോമിയൽ ഇവിടെ വരുന്നില്ല എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് നെക്സ്റ്റ് തിയറം നോക്കാം. ഇഫ് f is a field every ideal in capital F of x is principal. അപ്പൊ ക്യാപിറ്റൽ എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിലുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആണ് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം പ്രൂഫ്. ലെറ്റ് ക്യാപിറ്റൽ എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് ക്യാപിറ്റൽ എൻ ബി ആൻ ഐഡിയൽ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിലത്തെ അണ്ടർലൈൻ ക്യാപിറ്റൽ എഫ് നമ്മൾ ഫീൽഡ് ആണെന്ന് എടുത്തു, ഇതിലത്തെ ഒരു ആർബിട്രറി ഐഡിയൽ എൻ എടുക്കുകയാണ് നമ്മൾ, ഇനി അത് പ്രിൻസിപ്പൾ ആണെന്ന് കാണിക്കണം. അപ്പൊ 2 ടൈപ്പ് ഓഫ് ഐഡിയൽസ് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് 0 ഐഡിയലും പിന്നെ നോൺ 0 ഐഡിയലും. അപ്പൊ ഇഫ് n is a 0 ഐഡിയൽ then this n is generated by the element 0. നമ്മൾ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള 0യിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതിനൊരു ജനറേറ്റർ ഉള്ളത് കൊണ്ട് ഇറ്റ് ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. ഇനി സപ്പോസ് ദാറ്റ് ദിസ് n is a നോൺ 0 ഐഡിയൽ. അപ്പൊ നോൺ 0 ഐഡിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് സെറ്റ് 0. 0 ഐഡിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ സെറ്റ് 0 എന്ന് എഴുതാൻ കാരണം അതുകൊണ്ടായിരുന്നു. So n is not equal to set 0, then it contains a non-zero polynomial, say g of x.
അപ്പൊ എന്തുണ്ട്, സീറോ ഐഡിയൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി അതിലൊരു നോൺ സീറോ എലമെന്റ് ഉണ്ട്. ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലത്തെ ഐഡിയൽ ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ, this is a set of all polynomials with coefficients from the field capital F. അപ്പൊ ഇതിലത്തെ ഒരു നോൺ സീറോ പോളിനോമിയൽ ഉണ്ട്, നമ്മൾ അതിന് g of x ആണെന്ന് സപ്പോസ് ചെയ്തു. ഓക്കെ, ലെറ്റ് g of x be the നോൺ സീറോ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N ഓഫ് മിനിമൽ ഡിഗ്രി. അപ്പൊ g of x നമ്മൾ ഈ എടുത്ത g of x എന്താ നമ്മൾ സപ്പോസ് ചെയ്യുന്നത്, അതൊരു നോൺ സീറോ എലമെന്റ് ആണ് ക്യാപിറ്റൽ എന്നിലത്തെ. കാരണം നമ്മൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളതല്ലോ, സീറോ അല്ലാത്ത ഒരു പോളിനോമിയൽ ആണെന്ന് എടുത്തു. ആ പോളിനോമിയൽ മിനിമൽ ഡിഗ്രി വരുന്ന പോളിനോമിയൽ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ഓക്കെ, ഇനി if degree of g of x is equal to 0, അപ്പോ മിനിമൽ ഡിഗ്രി എന്നേ പറഞ്ഞുള്ളൂ, ഇത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാണെന്നോ രണ്ടാണെന്നോ മൂന്നാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ എന്നിലുള്ള എലമെന്റ്സിലത്തെ ഏറ്റവും മിനിമൽ ഡിഗ്രി വരുന്നത് എന്താണോ അതിലത്തെ അങ്ങനത്തെ ഒരു പോളിനോമിയൽ ആണ് g of x എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ n എന്ന് പറയുന്ന സെറ്റില് സെക്കൻഡ് ഓർഡർ ഡിഗ്രി വരുന്നതിന്റെ മുകളിലേക്കുള്ള പോളിനോമിയൽസേ ഉള്ളൂ എങ്കിൽ അതിലത്തെ മിനിമം ഡിഗ്രി 2 ആണല്ലോ. അപ്പൊ g of x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആയിരിക്കും. നമ്മൾ എടുക്കുന്ന എന്നില് കോൺസ്റ്റന്റ് ടേംസും ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ g of xന്റെ ഏറ്റവും മിനിമൽ ഡിഗ്രി എന്താ, 0 ആണ്. അതാണ് g of x is equal to 0 എന്നുള്ള ഒരു കണ്ടീഷൻ വരാൻ കാരണം c into x raised to 0 അല്ലേ വരിക. അപ്പൊ x ഏറ്റവും മിനിമം xന്റെ പവർ അവിടെ 1 ആ വരുന്നത്. therefore that is of degree 0. അല്ല, എക്സിന്റെ പവർ 0 ആണ് വരുന്നത്, c into x raised to 0 വരുമ്പോ. അപ്പൊ അതിന്റെ ഡിഗ്രി അവിടെ 0 ആയി. അപ്പൊ ആ സെറ്റിലെ ഏറ്റവും മിനിമം ഡിഗ്രി വരുന്ന പോളിനോമിയൽ 0 ഡിഗ്രി പോളിനോമിയൽ ആണ് കോൺസ്റ്റന്റ് ടേംസ് വരുമ്പോ. അങ്ങനെ അപ്പൊ g of x ആ എന്നിലുള്ള എലമെന്റ്സിലത്തെ മിനിമം ഡിഗ്രി വരുന്ന പോളിനോമിയൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ g of x 0 ആവാം, നോൺ സീറോവും ആവാം. ഈ g of x is equal to 0 കോൺസ്റ്റന്റ് ടേംസ് വരുമ്പോ പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ്. ഈ ഡിഗ്രി ഓഫ് g of x അപ്പൊ 0 ആണെങ്കിൽ then g of x ഹാസ് ടു ബി എ യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേംസ് ആയിരിക്കണം. ക്യാപിറ്റൽ എഫിലത്തെ കോൺസ്റ്റന്റ് ടേംസ് എല്ലാം യൂണിറ്റ്സ് ആണ്. അതാണ് സിൻസ് g of x ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് എന്ന് പറയാൻ കാരണം. g of x ന്റെ ഡിഗ്രി 0 ആണെന്ന് പറഞ്ഞാൽ c into x raised to 0 എന്നുള്ള ഫോമിലേ വരാൻ പറ്റുള്ളൂ. ഈ c എന്ന് പറയുന്ന എലമെന്റ്സ് എന്താണ്, ദേ ആർ ദ കോയിഫിഷ്യൻസ്. കോയിഫിഷ്യൻസ് എവിടെ നിന്ന് എടുക്കുന്ന, ക്യാപിറ്റൽ എഫിൽ നിന്നാണ്. സോ ദേ ആർ ദ കോൺസ്റ്റന്റ് ടേംസ് ഓഫ് ദ ഗിവൺ ഫീൽഡ് ക്യാപിറ്റൽ എഫ്. അപ്പൊ ക്യാപിറ്റൽ എഫ് ഫീൽഡ് ആയതുകൊണ്ട് അതിലത്തെ എല്ലാ എലമെന്റ്സും എന്താണ്, യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് g of x എന്തായിരിക്കണം, ഒരു യൂണിറ്റ് ആയിരിക്കണം. ഒരു ഐഡിയലിന് ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഐഡിയൽ ഇസ് ഈക്വൽ ടു ഫുൾ റിംഗ് ആണ്. സോ ഹെൻസ് n കണ്ടെയ്ൻസ് എ യൂണിറ്റ് ആൻഡ് n ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. നമുക്കത് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. n ഐഡിയൽ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഐഡിയൽ വിൽ ബി ദ ഫുൾ റിംഗ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ യൂണിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ ഐഡിയൽ എന്ന് പറയുന്നത് ഫുൾ റിംഗ് ആയിരിക്കും. സോ n ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയി. അപ്പൊ ഫുൾ റിംഗ് ആണെങ്കിൽ ദാറ്റ് റിംഗ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ 1 ആണ്. Therefore n is equal to ideal generated by 1. So it has a generator. Therefore it is principal എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഫുൾ റിംഗ് ആയതുകൊണ്ട്. ഇനി ഡിഗ്രി നോൺ സീറോ ആണ്. അപ്പൊ ഡിഗ്രി എന്തായിരിക്കും, ഡിഗ്രി ഓഫ് g of x is greater than or equal to 1. ഒന്നോ ഒന്നിൽ കൂടുതലോ ആവുന്ന സമയത്ത്. Let small f of x be any arbitrary polynomial in capital N. അപ്പൊ ക്യാപിറ്റൽ എന്നിലത്തെ ഏതോ ഒരു ആർബിട്രറി പോളിനോമിയൽ ആക്കി എടുത്തു. Then by division algorithm in capital F of x, ഈ പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാം, q of x, r of x എന്ന് പറയുന്ന രണ്ട് ടേംസ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് f of x നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു കോഷ്യൻ പോളിനോമിയൽ q of x ഉം ഒരു റിമൈൻഡർ പോളിനോമിയൽ നമുക്ക് r of x ഉം കിട്ടും. സച്ച് ദാറ്റ് f of x is equal to g of x into q of x plus r of x ആയിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെ എടുക്കാൻ കാരണം g of x അവിടുത്തെ മിനിമൽ ഡിഗ്രി ആയതുകൊണ്ട് അതർ ഇൻറ്റു സംതിങ് പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്ന ഫോമിലേക്ക് ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. വേർ ഡിഗ്രി ഓഫ് r of x is less than ഡിഗ്രി ഓഫ് g of x or r of x is equal to 0. അതൊക്കെ നമുക്ക് ഡിവിഷൻ അൽഗോരിതത്തിൽ അറിയാവുന്നതല്ലേ. റിമൈൻഡർ പോളിനോമിയലിന്റെ ഡിഗ്രി കോഷ്യൻ പോളിനോമിയലിനെക്കാട്ടും കുറവായിരിക്കണം. കോഷ്യന്റ് അല്ല, ഫാക്ടർ പോളിനോമിയലിനെക്കാട്ടും കുറവായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. So degree of r of x cannot be less than degree of g of x. Since g of x the minimal degree polynomial, അല്ലേ?
ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ്, ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഫാക്ടർ ആയിട്ടുള്ള ജി ഓഫ് എക്സിനെക്കാട്ടിലും കുറവായിരിക്കണം ഡിഗ്രി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കണ്ടീഷൻ എന്താണ്, ജി ഓഫ് എക്സ് ഇസ് ദ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിത്ത് മിനിമൽ ഡിഗ്രി. ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ല, ഇൻ ക്യാപിറ്റൽ എൻ വിത്ത് മിനിമൽ ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏറ്റവും മിനിമൽ ഡിഗ്രി ആയിട്ട് വരുന്നതാണ് നമ്മൾ ഇവിടുത്തെ എന്തായിട്ട് എടുത്തത്, ജി ഓഫ് എക്സ് ആയിട്ട് എടുത്ത്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, അതിനെക്കാട്ടിലും ചെറിയ ഒരു ഡിഗ്രി ഉള്ള പോളിനോമിയൽ ഉണ്ട് അവിടെ എന്നാണ് പറഞ്ഞു കിട്ടുന്നത്. സോ വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ എന്തായേ പറ്റുള്ളൂ, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മിനിമൽ ഡിഗ്രി പോളിനോമിയൽ ആയേ പറ്റുള്ളൂ. ഇത് നമ്മള് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ മിനിമൽ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, മിനിമൽ ഡിഗ്രി ജി ഓഫ് എക്സിന്റെ ഫസ്റ്റ് കണ്ടീഷൻ അങ്ങനെയാ പറഞ്ഞേ, അത് ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മിനിമൽ ഡിഗ്രി ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിനെക്കാട്ടിലും കുറവാവാൻ പറ്റില്ല. ദെർഫോർ ആർ ഓഫ് എക്സ് എന്തായേ പറ്റുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 0 ആയേ പറ്റുള്ളൂ. 0 അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ മിനിമൽ ഡിഗ്രി ആണെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു, അങ്ങനെ എല്ലാം മിനിമൽ ഡിഗ്രി ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ആർ ഓഫ് എക്സ് എക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിമൈൻഡർ പോളിനോമിയൽ ഡിഗ്രി ലെസ് ദാൻ ജി ഓഫ് എക്സ് ആവണം എന്ന് പറഞ്ഞപ്പോ കിട്ടി, which is not possible since this g of x is the polynomial of minimal degree. അപ്പൊ എന്തായേ പറ്റുള്ളൂ, r of x 0 ആയേ പറ്റുള്ളൂ. hence f of x നെ നമുക്ക് g of x into q of x എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. that is, it is a multiple of g of x. that is, f of x is generated by g of x. f of x is equal to ideal generated by g of x. Therefore, it has a generator. Hence, every polynomial in g can be written as a multiple of g of x. Therefore, it is principal. Clear ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രൂഫ് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു.